നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ടവർക്കും ദേവി മഹാത്മ്യം ചാനലിലേക്ക് സ്വാഗതം. ജന്മനാൽ തന്നെ ശ്രീഭദ്രകാളിയുടെ അനുഗ്രഹമുള്ള ചില നക്ഷത്രങ്ങളുണ്ട്. നിങ്ങൾ ഈ നക്ഷത്രത്തിൽ പെടാത്ത ആളാണെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ ഈ നക്ഷത്രത്തിൽ പെടുന്നവരുടെ മനസ്സിനെ അറിഞ്ഞുകൊണ്ട് വേദനിപ്പിക്കാതിരിക്കാൻ ശ്രമിക്കുക. കാരണം ഇവരുടെ മനസ്സിന് സംഭവിക്കുന്ന വേദന അല്ലെങ്കിൽ അവരുടെ ഹൃദയത്തിനേൽക്കുന്ന ഒരു മുറിവ് അത് നിങ്ങൾ ഉദ്ദേശിക്കുന്നതിലും അധികം ദോഷം ചെയ്യും. നിങ്ങൾക്ക് ഇനിയും സംശയം അവശേഷിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഈ നാളുകളിൽ പെടുന്ന ചിലരോട് ചോദിച്ചു നോക്കാവുന്നതാണ്. ഭദ്രകാളിയുടെ സാന്നിധ്യം അവർ പല ഘട്ടങ്ങളിലും അനുഭവിച്ചറിഞ്ഞിട്ടുള്ളവരാണ്. മഹാകാളിയുടെ അനുഗ്രഹ വലയം അവരുടെ തുണയ്ക്കെത്തിയപ്പോൾ അവർക്ക് അനുഭവവേദ്യമായ ചില അനിർവചനീയമായ അവസ്ഥകളെക്കുറിച്ച് അവർ നിങ്ങളോട് പറയും. ഒരുപക്ഷെ ഇതിനോടകം തന്നെ അവർ വിശദീകരിച്ചിട്ടുമുണ്ടാകാം. അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പരിശോധിക്കാൻ പോകുന്നത് ഏതൊക്കെയാണ് ആ നാളുകളെന്നും എങ്ങനെയൊക്കെയാണ് ഭദ്രകാളി അവരുടെ ജീവിതത്തിന്റെ നിതാന്ത നിഴൽ സാന്നിധ്യമാകുന്നതും എന്നുമാണ്. ഒന്നാമത്തെ നക്ഷത്രം മകയിരം. മകയിരം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എപ്പോഴും നമുക്ക് ഭദ്രകാളി അമ്മയുടെ സാന്നിധ്യം കാണാൻ കഴിയും. ഇവരുടെ ജീവിതത്തിന്റെ അടിയന്തര ഘട്ടങ്ങളിൽ അല്ലെങ്കിൽ ഇവർക്ക് അസാധാരണമായ ഒരു ശക്തിയുടെ സഹായം വേണ്ടിയിരുന്ന സമയങ്ങളിലൊക്കെയും ഭദ്രകാളിയുടെ സാന്നിധ്യം ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ മകയിരം നക്ഷത്രക്കാരാണെങ്കിൽ ഒന്നോർത്തു നോക്കൂ. നിങ്ങൾ ഏറ്റവും നിസ്സഹായരായിരുന്ന സമയത്ത്, നിങ്ങൾ ഏറ്റവും ഭയചകിതരായിരുന്ന സമയത്ത്, നിങ്ങളെ എല്ലാവരും കൈവിട്ടിരുന്ന ഒരു സമയത്ത് നിങ്ങളെ താങ്ങി നിർത്തിയിരുന്ന ആ ഊർജപ്രവാഹം അത് കാളിയായിരുന്നില്ലേ? ശത്രുദോഷത്താൽ ഏറ്റവും വലയുന്ന നക്ഷത്രങ്ങളിൽ ഒന്നാണ് മകയിരം. ബന്ധുക്കളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും ചതിവ് പറ്റാനും സാധ്യത കൂടുതലുള്ള നക്ഷത്രമാണ് മകയിരം. ശത്രുദോഷം രൂക്ഷമാകുമ്പോഴൊക്കെയും മകയിരം നക്ഷത്രക്കാരുടെ കാലിടറുമ്പോഴൊക്കെയും ഒരു കവചമായി, ഒരു കൈത്താങ്ങായി ഭദ്രകാളി വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ മകയിരം നക്ഷത്രക്കാരെ ദ്രോഹിച്ചവരെ നേരിടുന്നത് സാക്ഷാൽ ശ്രീഭദ്രകാളി തന്നെയായിരിക്കും. സംശയമുണ്ടെങ്കിൽ ഏതെങ്കിലും മകയിരം നക്ഷത്രക്കാരോട് ചോദിച്ചു നോക്കൂ. അവരെ ദ്രോഹിച്ചവരൊന്നും ഗുണം പിടിച്ചതായി അറിവില്ല. അത് മകയിരംകാരുടെ മിടുക്കുകൊണ്ടാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അവരിലുള്ള ഭദ്രകാളി കടാക്ഷം കൊണ്ടും അവർക്ക് കാളിയിലുള്ള അചഞ്ചലമായ വിശ്വാസം കൊണ്ടും അവരുടെ ഭാഗത്തുള്ള സത്യസന്ധത കൊണ്ടും സംഭവിക്കുന്ന ഒന്നാണത്. മറ്റൊരു നക്ഷത്രം ചിത്തിരയാണ്. ജീവിതത്തിൽ പ്രതിസന്ധികളുടെ ഒരു പെരുമഴക്കാലം തന്നെയുള്ളവരാണ് ചിത്തിര നക്ഷത്രക്കാർ. തിരിച്ചടികൾ കിട്ടാത്ത മേഖലകൾ ഇവർക്ക് അപൂർവമായിരിക്കും. തുടർ തോൽവികളിൽ മനസ്സ് മടുത്ത നിരവധിയായ സംഭവങ്ങൾ ഇവരുടെ ജീവിതത്തിലുണ്ട്. പക്ഷേ തിരസ്കാരങ്ങളോടും തീരാദുരിതങ്ങളോടും പടവെട്ടി ജീവിതം കരുപ്പിടിപ്പിക്കുന്നവരാണ് ചിത്തിര നക്ഷത്രക്കാർ. ഇവർക്ക് സ്വന്തമായി നിരവധി പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ കൂടി കൂനിന്മേൽ കുരു എന്ന പോലെ ഓരോരോ കോണുകളിൽ നിന്ന് ശത്രുക്കൾ അവരുടെ പണി തുടങ്ങും. ഈ അവസ്ഥ മറ്റുള്ളവർക്ക് മനസ്സിലാകണമെന്നില്ല. അത് അനുഭവിച്ച ചിത്തിരക്കാർക്ക് മാത്രം മനസ്സിലാകുന്ന ഒരു സംഗതിയാണ്. അവർ അവരുടെ ഏറ്റവും ദുർബല നിമിഷങ്ങളിൽ എത്രമാത്രം നെഞ്ചുപൊട്ടി കരഞ്ഞിട്ടുണ്ടെന്നത് അവർക്ക് മാത്രം അറിയാവുന്ന രഹസ്യമാണ്. പക്ഷേ ഒരു സമയമാകുമ്പോൾ ഇവരാ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ കരകയറും. പക്ഷെ അപ്പോഴും ഇവരെ നോവിച്ചവർ രക്ഷപ്പെടാൻ പോകുന്നില്ല. ഇവരെ ദ്രോഹിച്ചവരൊക്കെ അതിനുള്ള പ്രതിഫലം വാങ്ങാതെ പോയ ചരിത്രവുമില്ല. കാരണം കാളിയമ്മ അത്രമേൽ കനിഞ്ഞനുഗ്രഹിക്കുന്ന നക്ഷത്രങ്ങളിലൊന്നാണ് ചിത്തിര. ഇക്കൂട്ടരെ ദ്രോഹിച്ചവരൊക്കെ അതിനുള്ളത് കൈപ്പറ്റിയിട്ടുണ്ട്. അവർ എത്ര വലിയവരാണെങ്കിലും ശരി, എത്ര പിടിപാടുള്ളവരാണെങ്കിലും ശരി, അവരോടൊക്കെ ഭദ്രകാളി പകരം വീട്ടിയിരിക്കും. കാളിയുടെ സാമീപ്യം അനുഭവിച്ചറിയാൻ സാധിക്കുന്ന നക്ഷത്രമാണ് ചിത്തിര. ഒരു ചിത്തിര നക്ഷത്രക്കാരനോട് ചോദിച്ചാൽ അറിയാൻ കഴിയും ഭഗവതി അവരുടെ ജീവിതത്തിൽ എങ്ങനെയൊക്കെയാണ് വന്നിട്ടുള്ളത് എന്ന്. മൂന്നാമത്തെ നക്ഷത്രം അനിഴം നക്ഷത്രമാണ്. പൊതുവെ വളരെ സാധുക്കളാണ് അനിഴം നക്ഷത്രക്കാർ. ആരെയും വെറുക്കാനോ വേദനിപ്പിക്കാനോ ഇഷ്ടപ്പെടാത്ത വെറും സാധുക്കൾ. എന്നാൽ ഇവർക്ക് ധാരാളം ശത്രുക്കൾ ഉള്ളതായി കണ്ടുവരുന്നു. നിരവധിയായ കോണുകളിൽ നിന്ന് ഇവർ വേട്ടയാടപ്പെടുന്നത് ഒരു സ്ഥിരം കാഴ്ചയാണ്. ഇത്ര സാധുക്കളായ ഈ മനുഷ്യർക്ക് പോലും ശത്രുക്കൾ ഉണ്ട് എന്നതാണ് കലിയുഗത്തിന്റെ ഒരു പ്രത്യേകത.
ശത്രുദോഷത്താൽ വശം കെട്ട് നിരാലംബരും നിസ്വരവുമായി നിൽക്കേണ്ട നിരവധിയായ സന്ദർഭങ്ങൾ അനിഴം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകും. പക്ഷേ തങ്ങളുടെ കൂടെയുള്ളത് ആരാണ്, തങ്ങളുടെ സംരക്ഷണയ്ക്കായി നിലകൊള്ളുന്നത് ആരാണ് എന്നത് ഇവർ പലപ്പോഴും ഓർമ്മിക്കാറില്ല. ഇവർ ആരോടും പകരം ചോദിക്കാനോ പക വീട്ടാനോ പോകേണ്ടതില്ല. കാരണം ഭദ്രകാളി അമ്മ ഇവർക്കൊപ്പം തന്നെയുണ്ട്. അനിഴം നക്ഷത്രക്കാരുടെ ഹൃദയം തകർത്ത് ആരൊക്കെ പോയിട്ടുണ്ടോ, ന്യായമായി അവർക്ക് ലഭിക്കേണ്ടത് ആരൊക്കെ തട്ടിയെടുത്തിട്ടുണ്ടോ, ആ സാധുക്കളുടെ ദുർബല നിമിഷങ്ങളിൽ ആരൊക്കെ അവരെ ചവിട്ടി താഴ്ത്തിയിട്ടുണ്ടോ, അവരൊക്കെ കുറിച്ചു വെച്ചോളൂ. ദേവി നിങ്ങളോട് കണക്ക് ചോദിച്ചിരിക്കും. വീട്ടിൽ അനിഴം നക്ഷത്രക്കാരായ മുതിർന്നവരുണ്ടെങ്കിൽ ചോദിച്ചു നോക്കൂ. ഈ പറഞ്ഞതൊക്കെ 100% സത്യമാണെന്ന് അവർ അടിവരയിട്ട് സമ്മതിക്കും. കാരണം അത്രമേൽ നൈർമല്യമുള്ള ഹൃദയത്തിനുടമകളാണ് അനിഴം നക്ഷത്രക്കാർ. അവർക്ക് സംഭവിക്കുന്ന ഒരു നോവ് എന്ന് പറയുന്നത് അത് അത്രമേൽ ദേവിയെ ചൊടിപ്പിക്കുന്ന ഒന്നാണ്. മറ്റൊരു നക്ഷത്രം അവിട്ടം നക്ഷത്രമാണ്. അവിട്ടം നക്ഷത്രക്കാരുടെ ജീവിതത്തിലെ നിത്യ സാന്നിധ്യമാണ് ശ്രീഭദ്രകാളി. വിളിച്ചാൽ വിളിപ്പുറത്താണ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ, അത് തന്നെയാണ് കാര്യം. ഇവരുടെ മനസ്സ് നീറുന്ന ഒരു സന്ദർഭമുണ്ടായാൽ, അല്ലെങ്കിൽ ഉള്ളു തൊട്ട് ഇവരുടെ കണ്ണു നിറയുന്ന ഒരു സാഹചര്യമുണ്ടായാൽ ആ വേദന അമ്മയ്ക്ക് അനുഭവപ്പെടും. അതുകൊണ്ട് തന്നെ ഇവരെ വേദനിപ്പിക്കാൻ മുതിരുന്നത് ആരാണെങ്കിലും ശരി, അവർ ഓർത്തുകൊള്ളൂ, നിങ്ങൾ വേദനിപ്പിക്കുന്നത് ശ്രീഭദ്രകാളിയെ തന്നെയാണ്. നാശത്തിന്റെയും മരണത്തിന്റെയും ദേവതയായ മഹാകാളിയെ നോവിക്കുക എന്നാൽ അതിലും വലിയ മൂഢത്വം എന്താണ് ഒരാൾക്ക് ചെയ്യാനാവുക? ശത്രുദോഷം ധാരാളം അനുഭവിക്കേണ്ടി വരുന്നവരാണ് അവിട്ടം നക്ഷത്രക്കാർ. സ്വന്തം കുടുംബത്തിൽ നിന്ന് തന്നെയോ, സ്വന്തം സുഹൃത്തുക്കളിൽ നിന്ന് തന്നെയോ, പ്രിയപ്പെട്ട മനുഷ്യരിൽ നിന്ന് തന്നെയോ ഒരുപക്ഷെ അവിട്ടം നക്ഷത്രക്കാർക്ക് വലിയ തിരിച്ചടികൾ നേരിടേണ്ടതായി വന്നേക്കാം. നിങ്ങളുടെ മനസ്സ് വിഷമിക്കുന്ന സാഹചര്യമുണ്ടായാൽ നിങ്ങൾ മനസ്സറിഞ്ഞ് കാളിയമ്മയോട് പ്രാർത്ഥിക്കുക. ബാക്കിയെല്ലാം അവൾ നോക്കിക്കോളും. അടുത്ത നക്ഷത്രം പൂരാടമാണ്. മഹാകാളി അമ്മയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട നക്ഷത്രങ്ങളിൽ ഒന്നാണ് പൂരാടം. പൂരാടം നക്ഷത്രക്കാരെ ഭദ്രകാളിക്ക് അത്രമേൽ പ്രിയമാണ്. പെറ്റമ്മ കുഞ്ഞിനെ എന്ന പോലെയാണ് കാളിയമ്മ അവരെ കാത്തു പരിപാലിക്കുന്നത്. അവരുടെ ആ ഹൃദയത്തിന്റെ വിശുദ്ധി അത് അമ്മയ്ക്ക് അവരെ കൂടുതൽ പ്രിയപ്പെട്ടവരാക്കുന്നു. അവരെ വേട്ടയാടുന്നവർ നിരവധിയുണ്ട്, അവരെ നോവിക്കുന്നവർ നിരവധിയുണ്ട്, അവരെ തരം താഴ്ത്തുന്നവർ നിരവധിയുണ്ട്, അവരെ ഒറ്റപ്പെടുത്തുന്നവർ നിരവധിയുണ്ട്. പക്ഷേ ഇവരൊക്കെ ഒരു സമയമാകുമ്പോൾ അവരുടെ കർമ്മത്തിനുള്ളത് അനുഭവിക്കുക തന്നെ ചെയ്യും. മാത്രമല്ല അവരിൽ ചിലർ പിൽക്കാലത്ത് ഈ പൂരാടംകാരുടെ അടുത്ത് വന്ന് തങ്ങൾ ചെയ്തതിനൊക്കെ മാപ്പിരക്കുന്ന ഒരു കാലം വരും. കാരണം അങ്ങനെ മാത്രമേ അവർക്ക് തങ്ങൾ നേരിടുന്ന അതിഭീകരമായ കാളീദോഷത്തിന് അറുതി വരുത്താൻ കഴിയൂ. നിങ്ങൾ ആരോടും പക വീട്ടാനോ പ്രതികാരം ചെയ്യാനോ പോകേണ്ടതില്ല. അമ്മ വേണ്ടതൊക്കെ ചെയ്തോളും. അവസാനത്തെ നക്ഷത്രം പൂരുരുട്ടാതിയാണ്. പൂരുരുട്ടാതി നക്ഷത്രക്കാർ പൊതുവെ ആരോടും ഒരു വഴക്കിന് പോകാത്ത നക്ഷത്രക്കാരാണ്. ആരെയും നോവിക്കാനോ അവഹേളിക്കാനോ അന്യൻ്റേത് തട്ടിപ്പറിക്കാനോ ആഗ്രഹിക്കാത്ത പാവം മനുഷ്യരാണ് അവർ. അന്യരുടെ ജീവിതത്തിൽ ഇടപെടാൻ ഇവർ പൊതുവെ താല്പര്യപ്പെടാറില്ലെങ്കിലും ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു കയറാൻ നിരവധി ആളുകളുണ്ട്. തങ്ങൾ ഒരു ദ്രോഹവും ചെയ്യാത്ത മനുഷ്യരിൽ നിന്നുപോലും പൂരുരുട്ടാതിക്കാർക്ക് ശല്യം അനുഭവിക്കേണ്ടതായി വരും. പൂരുരുട്ടാതിക്കാർ ഒന്നോർത്തു നോക്കൂ, നിങ്ങളെ അനാവശ്യമായി വേട്ടയാടുന്ന എത്രയോ പേരാണുള്ളത്. ഇവർക്കൊക്കെ നിങ്ങൾ എന്ത് ദ്രോഹമാണ് ചെയ്തത്? നിങ്ങളൊന്നും ചെയ്തില്ലെങ്കിലും അതങ്ങനെ സംഭവിക്കും. കാരണം നിങ്ങളുടെ നാളിൻ്റെ പ്രത്യേകതയാണ് അത്. പക്ഷേ നിങ്ങൾ ഭയപ്പെടേണ്ടതിൻ്റെ യാതൊരു കാര്യവുമില്ല. കാരണം ശ്രീഭദ്രകാളിയുടെ അനുഗ്രഹവും കാവലും എല്ലായ്പ്പോഴുമുള്ള കൂട്ടരാണ് നിങ്ങൾ. പൊതുവെ പൂരുരുട്ടാതി നക്ഷത്രക്കാർ ഭഗവതീ ക്ഷേത്രവുമായി അടുത്ത് നിൽക്കുന്നതിൻ്റെ കാര്യവും ഇതാണ്. അതുകൊണ്ട് നിങ്ങളെ നോവിച്ചവരോട് നിങ്ങൾ കലഹിക്കേണ്ടതില്ല. അവരോട് പ്രതികാരം വീട്ടാൻ നിങ്ങൾ ഇറങ്ങിത്തിരിക്കേണ്ടതുമില്ല. ഓർക്കുക, അവനവന്റെ കർമ്മഫലം അവനവൻ അനുഭവിച്ചേ മതിയാകൂ. നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങളുടെ കടം വീട്ടുന്നയാൾ ശ്രീഭദ്രകാളി തന്നെയാണ്. നിങ്ങളുടെ ശത്രുക്കളുടെ സർവനാശം അവൾ ഉറപ്പുവരുത്തുക തന്നെ ചെയ്യും.